സ്റ്റുഡൻസ് വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട്ണർഷിപ്പിന്റെ ബേസിക് കൺസെപ്റ്റുകൾ കുറേ പറഞ്ഞു. എന്താണ് പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാർട്ട്ണർഷിപ്പിന്റെ അക്കൗണ്ടിങ്ങിലേക്ക്, നമ്മൾ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്ങിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് ഫേമുകളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിൽ ഒന്നിൽ കൂടുതൽ ഓണേഴ്സ് ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ ഉടമസ്ഥരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പണം കാണിക്കുന്ന അക്കൗണ്ടാണ് ശരിക്കും ക്യാപിറ്റൽ അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ ഓണർക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന എല്ലാം നമ്മൾ ഏതിലേക്കാണ് കാണിക്കാറുള്ളത്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഓണേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ വളരെ വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരു കൂടെ സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പാർട്ട്ണർഷിപ്പ് ഫേമുകളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് പ്രധാനമായിട്ട് രണ്ട് മെത്തേഡുകളാണുള്ളത്. ഒന്നാമത്തത് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്താണ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്യാപിറ്റൽ ഫിക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും രണ്ട് കറന്റ് അക്കൗണ്ടും. നമുക്കറിയാം, ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് ഓണർ കൊണ്ടുവരുന്ന പൈസയാണ്. അതിലേക്കാണ് നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓണർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അതിലേക്കാണ് ആഡ് ചെയ്യുന്നത്. ഓണറുടെ കയ്യിൽ നമ്മൾ എന്തെങ്കിലും ക്യാഷ് ഇങ്ങോട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നാണ് പിടിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ക്യാപിറ്റലിന്റെ വാല്യൂ കൂടിയും കുറഞ്ഞിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇങ്ങനെ കൂടിയും കുറയാതെയും ഇരിക്കുന്ന ഒരു മെത്തേഡാണ് ശരിക്കും ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോൾ അത് കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ക്യാപിറ്റൽ ബാലൻസ് മാത്രം നമ്മൾ ഒരു അക്കൗണ്ടിൽ കാണിക്കും. അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം നമ്മൾ കറന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു അക്കൗണ്ടിൽ കാണിക്കും. അപ്പോൾ അതെങ്ങനെയാണ് അക്കൗണ്ടുകൾ എന്നുള്ളത് അതിൻ്റെ ഒരു ഫോർമാറ്റോട് കൂടി തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന പോലെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടും അതേപോലെ തന്നെ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കി നോക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്നത് പ്രധാനമായിട്ടും ഓപ്പണിംഗ് ബാലൻസ്, അതായത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് എന്താണോ അത് കാണിക്കും. പിന്നെ അതിൽ വേറെ ഐറ്റമായിട്ട് വരിക, അഡീഷണലി ഏതെങ്കിലും പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരികയാണെങ്കിൽ, ഫ്രഷ് ആയിട്ട് ഏതെങ്കിലും പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരികയാണെങ്കിൽ ആ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. പിന്നെ അതേപോലെ തന്നെ മ്യൂച്വലി എല്ലാ പാർട്ട്നേഴ്സും എഗ്രി ചെയ്തിട്ട്, എല്ലാവരും എഗ്രി ചെയ്തിട്ട്, അതായത് എല്ലാവരും പരസ്പരം പറഞ്ഞ് ഉറപ്പിച്ചിട്ട് ക്യാപിറ്റലിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. അതായത് ക്യാപിറ്റലിൽ കൂടുകയും ക്യാപിറ്റൽ കുറയുകയും ചെയ്യുകയാണെങ്കിൽ മാത്രം, അതായത് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഐറ്റംസ് മാത്രമേ എവിടെ വരുള്ളൂ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരും. പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൻ്റെ ബാലൻസ് കാണിക്കും. അഡീഷണൽ ക്യാപിറ്റൽ കൂടുതലായിട്ട് ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അത് കാണിക്കും. ദെൻ ക്യാപിറ്റലിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട്, സാധാരണ ഡ്രോവിങ്സ് അല്ല പറയുന്നത്, ക്യാപിറ്റലിൽ നിന്ന് ഡയറക്റ്റായിട്ട് എന്തെങ്കിലും എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതും കാണിക്കും. ഓക്കെ ആണല്ലോ? ബാക്കി ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ കാണിക്കുന്നത് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൽ. അപ്പോൾ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് നോക്കി വെക്കാം. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൽ നമ്മൾ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ അതാണ് ക്രെഡിറ്റ് സൈഡിൽ ആദ്യം കാണിക്കുക. ക്രെഡിറ്റ് സൈഡിലാണ് രണ്ടിൻ്റെയും ബാലൻസുകൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബാലൻസ് കാണിക്കും. അതിനുശേഷം പാർട്ട്നേഴ്സിന് അങ്ങോട്ട് കൊടുക്കാനുള്ള ഐറ്റംസ് ഇപ്പോൾ നോക്കിയൊക്കെ ഓരോന്നും, സാലറി, കമ്മീഷൻ, ഇതൊക്കെ പാർട്ട്നേഴ്സിന് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. ഏതെങ്കിലും പാർട്ട്നേഴ്സിന് സാലറി ഉണ്ടെങ്കിൽ അത് കാണിക്കുക, കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കാണിക്കുക, ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിക്കുക. അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിക്കുന്നത് ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ, ഇത് പാർട്ട്നേഴ്സിന് അങ്ങോട്ട് കൊടുക്കാനുള്ളതൊക്കെ നമ്മളിവിടെ കാണിക്കുക, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഇപ്പുറത്തെ ഡെബിറ്റ് സൈഡിലോ കറണ്ട് അക്കൗണ്ടിന് ചിലപ്പം ഡെബിറ്റോ ക്രെഡിറ്റോ ബാലൻസ് വരാം. അതായത് ഓപ്പണിംഗ് ബാലൻസ് തരുമ്പോൾ ചിലപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആവാം, ചിലപ്പം ഡെബിറ്റ് ബാലൻസ് ആവാം. അപ്പോൾ ഏത് ബാലൻസ് ആണോ ഉള്ളത് അതിനനുസരിച്ചാണ് ബാലൻസ് കാണിക്കേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് എങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക, ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. പിന്നെ ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഡ്രോവിങ്സ് ആണ്. ഡ്രോവിങ്സ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡ്രോവിങ്സ് ആണ് കാണിക്കുക. അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും അവിടെ കാണിക്കുക. അതായത് പാർട്ട്നേഴ്സ് ഇങ്ങോട്ട് തരാനുള്ള പൈസയാണ്. ഡ്രോവിങ്സ് നമുക്ക് തിരിച്ച് കിട്ടാനുള്ളതാണ്. അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. അപ്പോൾ അതവിടെ കാണിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലോസ് ആണെങ്കിൽ അതും നമ്മളെവിടെ കാണിക്കുക? ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ ലെഡ്ജർ ബാലൻസ് ചെയ്യുന്ന പോലെ
ബാലൻസ് ചെയ്യുക. അങ്ങനെയാണ് കറണ്ട് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ടും അതേപോലെ തന്നെ നമ്മൾ അവസാനം ബാലൻസ് ചെയ്യണം. അപ്പോൾ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് പ്രകാരമാണെങ്കിൽ ഈ 2 അക്കൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഒരു പാർട്ട്ണർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഈ പറഞ്ഞ 2 അക്കൗണ്ടുകളെയും കൂടെ നമ്മൾ ഒരു അക്കൗണ്ടിലേക്ക് കൊണ്ടുവരും. അതായത് ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ ബാലൻസ് എന്താവും, ചേഞ്ച് ആവും. അതായത് എല്ലാ അഡ്ജസ്റ്റ്മെന്റും നമ്മൾ എവിടെ തന്നെയാണ് ചെയ്യുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ട്. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്, ക്യാപിറ്റൽ ബാലൻസ് മാത്രം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കുന്നു, ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും നമ്മൾ കറണ്ട് അക്കൗണ്ടിലാണ് കാണിച്ചത്. ഇവിടെ അങ്ങനെയല്ല, ക്യാപിറ്റൽ ബാലൻസും അഡ്ജസ്റ്റ്മെന്റും എല്ലാം നമ്മൾ എവിടെ തന്നെ കാണിക്കുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അതിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കി നോക്കാം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ നോക്കി നോക്കൂ, ഇവിടെ ഒറ്റ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഐറ്റംസും നമ്മൾ എവിടെ തന്നെ കാണിക്കുക, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കുക. അതായത് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം നമ്മൾ ബാലൻസ് മാത്രമായിരുന്നു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കാണിച്ചത്. പക്ഷേ ഇവിടെ ബാലൻസ് മാത്രമല്ല, ബാക്കി എല്ലാ ഐറ്റംസും എവിടെ തന്നെയാണ് കാണിക്കുന്നത്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ ഫോർമാറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ 2 ഫോർമാറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, 2 മെത്തേഡുകൾ ഹെഡിങ് എഴുതിയിട്ട് തന്നെ 2 ഫോർമാറ്റുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഐറ്റംസും ഇവിടെ വന്നിട്ടുണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വന്നിട്ടുണ്ട്, ബാലൻസ്, അതേപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത്, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കമ്മീഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റ്. ഇപ്പുറത്താണെങ്കിൽ ഡ്രോവിങ്സ്, അതേപോലത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, പ്രോഫിറ്റ്. അപ്പോൾ എല്ലാതും നമ്മൾ എവിടെ തന്നെയാണ് കാണിക്കുന്നത്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മളത് ബാലൻസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? സോ ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ 2 രീതിയിലും എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമുക്കൊരു ഉദാഹരണം വെച്ചിട്ട് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സമീർ ആൻഡ് യാസ്മിൻ ആർ പാർട്ട്നേഴ്സ് വിത്ത് ക്യാപിറ്റൽ ഓഫ് ₹15 lakh and 10 lakh respectively. They agreed to share profit in the ratio 3:2. Show how following transactions will record in the capital account of partners in case the capitals are fixed and the capitals are fluctuating. The books are closed on March 31st every year. അതായത് നമുക്ക് 2 പാർട്ട്നേഴ്സാണ്, സമീർ ആൻഡ് യാസ്മിൻ എന്ന് പറയുന്നത്. അവരുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട് 15 ലക്ഷവും 10 ലക്ഷവുമാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 3:2 ആണ്. പ്രോഫിറ്റ് വീതിക്കുന്ന റേഷ്യോ ആണ് പറയുന്നത് 3:2. തൽക്കാലം ഈ ക്വസ്റ്റ്യന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വരുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്കത് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം, എന്താണ് 2 മെത്തേഡിൽ നമ്മളോട് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്, അഡീഷണൽ ക്യാപിറ്റലിൽ 2 പേരും ജൂലൈ 1-ാം തീയതി കൊണ്ടുവന്നിട്ടുണ്ട്. ജൂലൈ 1-ാം തീയതി 2 പേരും അഡീഷണൽ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട് 3 ലക്ഷം 2 ലക്ഷം. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2 പേർക്കും അവരുടെ ക്യാപിറ്റലിൻ്റെ മുകളിൽ 5% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. ഡ്രോവിങ്സ് ഉണ്ട്. ആ വർഷത്തെ ഡ്രോവിങ്സ് പറയുന്നത് ഒരാളുടെ 30,000, മറ്റേ ആളുടെ 20,000 ആണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് 1,800, 1,200. സാലറി 2 പേർക്കുണ്ട് 20,000, 7,000. പിന്നെ കമ്മീഷൻ ഉണ്ട്. കമ്മീഷൻ സമീറിന് മാത്രമേ ഉള്ളൂ 10,000. അതേപോലെ തന്നെ ഷെയർ ഇൻ ലോസ് എന്ന് പറഞ്ഞിട്ട് ആ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ലോസ് തന്നിട്ടുണ്ട് 60,000, 40,000. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ചെയ്യണം. അപ്പോൾ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും വരക്കണം. 2 അക്കൗണ്ടുകൾ വരയ്ക്കണം. സോ ആദ്യം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 ഓണേഴ്സാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഒന്ന് സമീർ എന്ന് പറയുന്ന ഒരു ഓണറും അതേപോലെ തന്നെ യാസ്മിൻ എന്ന് പറയുന്ന ഒരു ഓണറും. അപ്പോൾ ഈ 2 പേരുടെയും എമൗണ്ട് കോളം വരുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് 2 പേർക്കും സെപ്പറേറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. അതല്ലെങ്കിൽ 2 പേരെ കമ്പൈൻ ചെയ്ത് 2 എമൗണ്ട് കോളമായിട്ടും ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. പറഞ്ഞ മനസ്സിലാവണ്ടല്ലോ? 2 പേർക്ക് സെപ്പറേറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടുകൾ വരയ്ക്കാം. അതല്ലെങ്കിൽ 2 പേരുടെയും എമൗണ്ട് കോളം ഒരുമിച്ച് വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 2 പേരുടെയും എമൗണ്ട് കോളം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഇനി അടുത്ത ചാപ്റ്റേഴ്സിലൊക്കെ പ്രോബ്ലം ചെയ്യാൻ ആ ഒരു രീതിയാണ് എളുപ്പമുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതി മാത്രമായിട്ട് പറയുന്നത്. ഇപ്പോൾ 2 എമൗണ്ട് കോളം വരുന്ന രീതിയിൽ നിങ്ങൾ സാധാരണ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുന്ന പോലെ തന്നെ ഒരു അക്കൗണ്ട് വരയ്ക്കാം. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് മുകളിൽ ഹെഡിങ് എഴുതാം, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, 2 എമൗണ്ട് കോളം. ഒന്നാമത്തെ പാർട്ട്ണറുടെ പേരിൽ ഒരു എമൗണ്ട് കോളം, രണ്ടാമത്തെ പാർട്ട്ണറുടെ പേരിൽ എമൗണ്ട് കോളം. ഇതിന് 3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിലോ നമ്മൾ 3 എമൗണ്ട് കോളം വരയ്ക്കും. പേരാണല്ലോ. ഇവിടെ 2 പാർട്ട്നേഴ്സ് ആണ്, സമീർ, യാസ്മിൻ. 2 എമൗണ്ട് കോളം. വീണ്ടും സെയിം, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, സമീർ, യാസ്മിൻ. 2 എമൗണ്ട് കോളം. ഡെബിറ്റ് സൈഡിലും 2 എമൗണ്ട് കോളം. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ സാധാരണ ലെഡ്ജർ വരയ്ക്കുന്ന പോലെ തന്നെ, നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഒക്കെ വരയ്ക്കുന്ന പോലെ സാധാരണ ലെഡ്ജർ വരയ്ക്കുന്ന പോലെ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുക. എമൗണ്ട് കോളം മാത്രം നമ്മൾ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അവരുടെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ കൂട്ടിക്കൊള്ളുക. ക്ലിയർ ആണല്ലോ?
അപ്പൊ ഇനി നമ്മൾ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാപിറ്റൽ ബാലൻസ് മാത്രമേ കാണിക്കുള്ളൂ. ഇനി അതല്ലാതെ കാണിക്കുന്നത് അഡീഷണലി ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ അഡീഷണൽ ക്യാപിറ്റലും അതേപോലെ തന്നെ ക്യാപിറ്റൽ എന്തെങ്കിലും എമൗണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമാണ് കാണിക്കുക നമ്മൾ പറഞ്ഞു. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്കറിയാം 15 lakhും അതേപോലെ തന്നെ 10 lakhുമാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പൊ ആ ക്യാപിറ്റൽ നമ്മൾ കാണിക്കണം. അതേപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും നമ്മൾ ഇവിടെ കാണിക്കണം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ നമ്മൾ കാണിക്കണം. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണെങ്കിലും അഡീഷണൽ ക്യാപിറ്റൽ ആണെങ്കിലും നമ്മൾ എവിടെയാണ് കാണിക്കുക? ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പൊ അത് രണ്ടും നമ്മൾ ആദ്യം കാണിക്കാം. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണിക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റലിനെ പറയുന്നത് ബാലൻസ് ബി പാർട്ടി എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ബാലൻസ് ബ്രോട്ട് ഓൺ ബി പാർട്ടി 15 lakh, 15 ലക്ഷം. അതേപോലെ തന്നെ ഇവിടെ 10 ലക്ഷം. ഓക്കെ ആണല്ലോ? 15 lakh അതേപോലെ തന്നെ 10 lakh. ഇനി ഇവിടെ എന്താ കാണിക്കാനുള്ളൂ? അഡീഷണൽ ക്യാപിറ്റൽ. അഡീഷണൽ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റലും കൂടെ കാണിക്കാനുള്ളൂ. സോ അഡീഷണൽ ക്യാപിറ്റൽ നമുക്ക് കാണിക്കാം. സാധാരണ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ബൈ ക്യാഷ് ടു ക്യാപിറ്റൽ എന്നാണ് ചാനൽ എഴുതാറ്. സോ നമുക്ക് എന്ത് എഴുതാം? ബൈ ക്യാഷ്. ബൈ ക്യാഷ് എത്രയാണ്? അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണ് കൊണ്ടുവന്നത്? 3 lakh 2 lakh ആണ്. സോ അത് അതേപോലെ കാണിക്കുക. 3 lakh 2 lakh. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ബൈ ക്യാഷ് എന്താണെന്ന് മനസ്സിലാണെങ്കിൽ പ്രാക്ടിക്കൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അഡീഷണൽ ക്യാപിറ്റൽ എഴുതാം കേട്ടോ. അഡീഷണൽ ക്യാപിറ്റൽ. ഓക്കെ, സോ ഇത്രയാണ് ഇവിടെ കാണിക്കുള്ളൂ ക്യാപിറ്റൽ അക്കൗണ്ടിൽ. ക്യാപിറ്റൽ ഡ്രോവിങ്സ് ഉണ്ടെങ്കിൽ, അതായത് ഡ്രോവിങ്സ് അല്ല, രണ്ട് പാർട്ട്നേഴ്സും മ്യൂച്വലി എഗ്രി ചെയ്തിട്ട് ക്യാപിറ്റലിന്റെ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി ക്യാപിറ്റലിന് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ആണ് നമ്മളിവിടെ കാണിക്കുക. അതല്ലാതെ സാധാരണ ഡ്രോവിങ്സ് അല്ല. സാധാരണ ഡ്രോവിങ്സ് ബിസിനസ്സിലേക്ക് തിരിച്ചു തരാനുള്ളതാണ്. അത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കുന്ന കറന്റ് അക്കൗണ്ടിലാണ് കാണിക്കുക. മ്യൂച്വൽ എഗ്രി ചെയ്തിട്ട് ക്യാപിറ്റലിന് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എവിടെ കാണിക്കാം? ഇവിടെ ഡെബിറ്റ് സൈഡിൽ ഡ്രോവിങ്സിൽ കാണിക്കാം. ഓക്കെ ആണല്ലോ? സോ ഇവിടെ നമുക്ക് ഇത്രയും കാണിക്കാനുള്ളൂ. അപ്പൊ ഇത് കാണിച്ചതിന് ശേഷം നമ്മൾ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ട് സൈഡിൽ നിങ്ങൾ സാധാരണ ലെഡ്ജർ ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ വരയ്ക്കുക. നിങ്ങൾ ഒരാളുടെ കോളം നിങ്ങൾ ആദ്യം ബാലൻസ് ചെയ്യുക. നമ്മൾ SMEയുടെ കോളം ബാലൻസ് ചെയ്യുകയാണെങ്കിൽ 15 lakh പ്ലസ് 3 lakh നമുക്ക് ടോട്ടല് 18 ലക്ഷം എന്ന് കിട്ടും. രണ്ട് സൈഡിലും സെയിം ടോട്ടൽ ചെയ്താൽ 18 ലക്ഷം. ബാലൻസ് എമൗണ്ട് സെയിം തന്നെയാണ്. സോ അതിന് എഴുതാം 18 ലക്ഷം. അപ്പുറത്തെ കോളം അതേപോലെ നമ്മൾ ബാലൻസ് ചെയ്യാം. 10 ലക്ഷം 2 ലക്ഷം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 12 ലക്ഷം കിട്ടും. സെയിം കൂടി 12 ലക്ഷം കാണിക്കാം. ബാലൻസ് എമൗണ്ടും സെയിം തന്നെയാണ് 12 ലക്ഷം. നേരത്തെ നമ്മൾ എഴുതാം ബാലൻസ് ബാലൻസ്. ഇങ്ങനെയാണ് ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെന്റും നമ്മൾ എവിടെ കാണിക്കുക? കറന്റ് അക്കൗണ്ടിലാണ് കാണിക്കുക. സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? കറന്റ് അക്കൗണ്ട് വരയ്ക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചത് എഴുതുക. അതിനുശേഷം കറന്റ് അക്കൗണ്ട് എങ്ങനെയാണ് എന്നുള്ളത് പറയാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി നമുക്ക് കറന്റ് അക്കൗണ്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നോക്കാം. സോ ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞ തൊട്ട് താഴെ തന്നെ നിങ്ങൾ അതേപോലെ തന്നെ അതേ ഫോർമാറ്റിൽ പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട് വരയ്ക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ച പോലെ തന്നെ പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട് വരയ്ക്കാം. കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. നമുക്കിവിടെ ബാലൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. സോ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഓരോന്നും ഇവിടെ കാണിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കറന്റ് അക്കൗണ്ട് കാണിക്കുമ്പോൾ പാർട്ട്നേഴ്സിന് അങ്ങോട്ട് കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാനുള്ളത് നമ്മളിവിടെ കാണിക്കുക, ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സിന് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. ക്യാപിറ്റലിന്റെ മോഡൽ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. സോ നമ്മൾ ഇവിടെ കാണിക്കുക, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ക്ലിയർ ആണ്? സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, 5% എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഒന്നാമത്തെ പാർട്ട്ണർക്ക് നമുക്കറിയാം ഓപ്പണിംഗിൽ അയാളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ്. പിന്നീട് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? 3 ലക്ഷം രൂപ വീണ്ടും ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടിനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അഡീഷണൽ ക്യാപിറ്റൽ കൊടുക്കുന്നത് 6 മാസം കഴിഞ്ഞിട്ടാണ്. സോ അഡീഷണൽ ക്യാപിറ്റൽ മാത്രം നമ്മൾ 6 മാസത്തേക്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക. ഓപ്പണിംഗിനും ഫുൾ എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക.
അപ്പൊ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ 15 ലക്ഷത്തിന് ഫുൾ എമൗണ്ട് 5% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക. അതേപോലെ തന്നെ 3 ലക്ഷത്തിന് 6 മാസത്തേക്ക് 5% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ സെമീറിന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 82,500 കിട്ടും. അതേപോലെ തന്നെ യാസ്മിന്റെ 10 ലക്ഷത്തിന് ഫുൾ 5% ചാർജ് ചെയ്യാം. അതേപോലെ തന്നെ 2 ലക്ഷത്തിന് നമ്മൾ എന്ത് ചെയ്യാം, 6 മാസത്തേക്ക് ചാർജ് ചെയ്യാം. അപ്പൊ അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് 55,000 കിട്ടും. അതാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് കാണിക്കേണ്ടത്. ഒന്നാമത്തെ ആളുടെ 82,500, രണ്ടാമത്തെ ആളുടെ 55,000. അതെങ്ങനെ കിട്ടിയത് മനസ്സിലായല്ലോ. 82,500, രണ്ടാമത്തെ ആൾക്ക് 55,000. രണ്ടാമതായിട്ട് എന്ന് പറയുന്നത് ഡ്രോവിങ്സ് ആണ്. ഡ്രോവിങ്സ് നമ്മൾ എവിടെ കാണിക്കുക, പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ളതല്ലേ. അപ്പൊ അതവിടെ കാണിക്കുക, ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. സോ ഡ്രോവിങ്സ് എത്രയാണ്, രണ്ടുപേരുടെ എമൗണ്ട് നമുക്ക് നേരിട്ട് തന്നിട്ട് 30,000, 20,000 ആണ്. സോ നേരിട്ട് കാണിക്കുക 30,000, 20,000. അടുത്തത് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സിന്റെ കയ്യിൽ ഇങ്ങോട്ട് കിട്ടാറുള്ളതാണ്. സോ അത് നമ്മൾ ഇവിടെ തന്നെ കാണിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എത്രയാണ്, 30,000, 20,000 മുകളിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്. 1,800, 1,200 ആണ്. 1,800, 1,200 ആണല്ലോ. ഇനി അടുത്ത പറയുന്നത്, ഇനി കാണിക്കാനുള്ളത് സാലറി ആണ്. സാലറി 2 പേർക്കും ഉണ്ട്. അപ്പൊ നമ്മൾ 2 പേരുടെ കോളത്തിൽ കാണിക്കുക സാലറി 20,000, 7,000. ഇനി കമ്മീഷൻ ആണെങ്കിലോ, കമ്മീഷൻ എങ്ങനെയാണ് പറയുന്നത്, ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അയാളുടെ കോളത്തിൽ മാത്രം കാണിക്കുക കമ്മീഷൻ എത്രയാണ്, 10,000. ഇനി ഒരൊറ്റ ഐറ്റം കൂടെ ഉള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആണെങ്കിൽ പാർട്ട്നേഴ്സിന് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ലോസ് ആണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് കാണിച്ചാൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 60,000, 40,000 ആണ്. 60,000, 40,000 ഇത്രേ ഉള്ളൂ. എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 സൈഡിലും ടോട്ടൽ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം സെമീന്റെ കോളം ബാലൻസ് ചെയ്യണമെങ്കിൽ സെമീന്റെ 2 കോളവും നിങ്ങൾ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ വരിക. ക്രെഡിറ്റ് സൈഡ് 1,12,500 എന്ന് വരും. നിങ്ങൾ ആ ടോട്ടൽ 2 സൈഡിലും വരിക 1,12,500, 1,12,500, 2 സൈഡിൽ ടോട്ടൽ എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെയുള്ള കുറയ്ക്കുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടും. നിങ്ങൾക്ക് ബാലൻസ് ആയിട്ട് 20,700 കിട്ടും. 20,700 ഓക്കെ ആണല്ലോ. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ യാസ്മിന്റെ കോളവും ബാലൻസ് ചെയ്യുക. യാസ്മിന്റെ കോളം നിങ്ങൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ 62,000 എന്നാണ് ടോട്ടൽ കിട്ടുക. 62,000 ഇതാണ് കൂടുതൽ. അതേ ടോട്ടൽ തന്നെ ഇവിടെ എഴുതുക 62,000. ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ 40, 60, 800 എന്ന് നിങ്ങൾക്ക് ബാലൻസ് നിങ്ങൾ ബാലൻസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇവിടെ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ മെത്തേഡ് അനുസരിച്ച് ചെയ്താൽ മതി. ഒന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം. ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റലും കറണ്ട് അക്കൗണ്ടുമായിട്ട് 2 അക്കൗണ്ടായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഈ രീതിയിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ അവിടെ ക്യാപിറ്റൽ എമൗണ്ട് മാറുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ അഡ്ജസ്റ്റ്മെന്റും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് വരയ്ക്കുക. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, 2 അക്കൗണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം എവിടെ കാണിച്ചാൽ മതി, കറണ്ട് അക്കൗണ്ടിൽ കാണിച്ചാൽ മതി, ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഇത്. സോ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതേപോലെ തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക. സാധാരണ നേരത്തെ വരച്ച പോലെ തന്നെ 2 എമൗണ്ട് ഉള്ള പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ 2 അക്കൗണ്ടിലായിട്ട് കാണിച്ച എല്ലാ ഐറ്റംസും അതേപോലെ ഇവിടെ കാണിക്കാം. ഇവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കാം. അപ്പൊ നമ്മൾ ബാലൻസ് കാണിക്കാം. ബാലൻസ് ബി ബാർഡി നോക്കിട്ട് ബാലൻസ് ബി ബാർഡി ക്യാപിറ്റലിന്റെ ബാലൻസ് 15 ലക്ഷം. $10 ലക്ഷം, 15 ലക്ഷം, 10 ലക്ഷം. അതേപോലെ തന്നെ
അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ കാണിക്കാം. സോ നമ്മൾ ക്യാഷ് കൗണ്ടർ കാണിച്ചിട്ട് ക്യാഷ് കൗണ്ടർ തന്നെ കാണിക്കാം. അഡീഷണൽ ക്യാപിറ്റൽ എത്രയായിരുന്നു? 3 ലക്ഷവും 2 ലക്ഷവും ആയിരുന്നു. അതേപോലെ തന്നെ കാണിക്കാം 3 ലക്ഷം. മൂന്ന് ലക്ഷം 2 ലക്ഷം. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യാം? ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെന്റും നമ്മൾ ഇവിടെ തന്നെ കാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോന്നും അതേപോലെ തന്നെ കാണിക്കുക. ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് നേരത്തെ കിട്ടിയത് 82,500 55,000 ആയിരുന്നു. അത് അതേപോലെ തന്നെ കാണിക്കുക. 82,500 55,000 82,500 55,000. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത് കാണിക്കാനുള്ളത് ഡ്രോയിങ്സ് ആയിരുന്നു. ഡ്രോയിങ്സ് നമ്മളിവിടെ കാണിക്കാം. ഡെബിറ്റ് സൈഡില് ഡ്രോയിങ്സ് 30,000 20,000 ആയിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,800 1,200. അതിനുശേഷം നമ്മൾ പറഞ്ഞ പാർട്ട്നേഴ്സിന് സാലറി ഉണ്ടായിരുന്ന 2 പേർക്കും. സോ സാലറി ആദ്യത്തെ 20,000, രണ്ടാമത്തെ ആൾക്ക് 7,000 ആയിരുന്നു. പിന്നെ കമ്മീഷൻ ഉണ്ടായിരുന്ന ഒരാൾക്ക് കമ്മീഷൻ 10,000. ഇനി എന്താണുള്ളത്? ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട് അല്ലെ? ആ ലോസ് ഇവിടെ കാണിച്ചത് പെൻസിലാണ് കാണിച്ചത്. അവിടെ തന്നെ കാണിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 60,000 40,000. സോ ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതേപോലെ നമ്മൾ എല്ലാം എന്ത് ചെയ്യാം? ഒരു അക്കൗണ്ടിൽ കാണിക്കുകയാണെങ്കിൽ അത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണ്. 2 അക്കൗണ്ടിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി ഇത് ബാലൻസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമുള്ള ക്യാപിറ്റൽ ബാലൻസ് കിട്ടും. നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. സോ നിങ്ങൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 19,12,500 ആണ് സെമീന്റെ കോളത്തിന് ടോട്ടൽ വരിക. അതേപോലെ തന്നെ യാസ്മിന്റെ കോളത്തിനാണെങ്കിൽ 12,62,000 നിങ്ങൾ ടോട്ടൽ കിട്ടും. ആ ടോട്ടൽ നിങ്ങൾ ഇവിടെ എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ എല്ലാം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടലായിട്ട് ബാലൻസ് ആയിട്ട് 18,20,700 12,800 ബാലൻസ് കിട്ടുക. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ചെയ്തപ്പോൾ കറന്റ് അക്കൗണ്ടിലും ക്യാപിറ്റൽ അക്കൗണ്ടിലും കിട്ടിയ ബാലൻസ് ടോട്ടൽ ചെയ്തിട്ടാണ് ഇവിടെ. അവിടെ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ 18 ലക്ഷവും കറന്റ് അക്കൗണ്ടിൽ 20,700 ബാലൻസ് വന്നത്. സോ നമ്മൾ ടോട്ടൽ ചെയ്ത് 18,20,700 ഇവിടെ ബാലൻസ് വന്നത്. അതേപോലെ തന്നെ യാസ്മിന്റെ ഭാഗത്ത് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ 12 ലക്ഷവും കറന്റ് അക്കൗണ്ടിൽ 800 ബാലൻസ് വന്നത്. അവിടെ ടോട്ടൽ ചെയ്ത് 12,800 ഇവിടെ ബാലൻസ് വരും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു രീതിയിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരവും ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരവും എങ്ങനെയാണ് പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള 1-2 ക്വസ്റ്റ്യൻസ് കൂടെ എടുത്തിട്ട് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്തായാലും ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.